ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 10th പ്രിലിംസ് 2024ൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സിലബസിനെ ബേസ് ചെയ്ത് 6ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലബസിൽ നിന്നും ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെക്കുറിച്ചുള്ള അറിവുകളും ഈ ഒരു ടോപ്പിക്കാണ്. അതായത് കോമൺ ആയിട്ട് പറഞ്ഞ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 100 ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എല്ലാ ഭാഗത്തു നിന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബേസ് ലെവൽ മുതൽ പഠിച്ച് റിവിഷൻ ബേസിൽ നിൽക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തേത്. 100 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വരും ദിവസങ്ങളിൽ ബാക്കി ക്ലാസ്സുകൾ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ കുറച്ചേറെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുള്ളതാണ്. അടുത്തടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് ഇടുക. നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങൾ ആവശ്യപ്പെടുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് 100 ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന നിർമ്മിക്കുന്നതിനുള്ള ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യക്ക് വേണ്ടി ഭരണഘടന നിർമ്മിക്കുന്നതിനുള്ള ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്? ഉത്തരം ക്യാബിനറ്റ് മിഷൻ. ഉത്തരം ക്യാബിനറ്റ് മിഷൻ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നതെന്നാണ്? ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നതെന്നാണ്? ഉത്തരം 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6-നാണ് ഇന്ത്യയിൽ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത്. മൂന്നാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നതെന്ന്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നതെന്ന്? ഉത്തരം 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1946 ഡിസംബർ 6-നും ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് 1946 ഡിസംബർ 9-നുമാണ്. വർഷവും നോക്കുക, വർഷവും മാസവും സെയിം ആണ്. അതിൽ ഡേറ്റ് ആണ് നോട്ട് ചെയ്യേണ്ടത്. ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 6-നും ഡിസംബർ 6-നും ആദ്യ യോഗം നടന്നത് ഡിസംബർ 9-നുമാണ്. 6 തിരിച്ചിട്ടാൽ 9, അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി നാലാമത്തെ ചോദ്യം നോക്കാം. വിവിധ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുള്ള നിയമനിർമ്മാണ സഭകളിൽ നിന്നുള്ള എത്ര പേരാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നത്? വിവിധ ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്നുള്ള നിയമനിർമ്മാണ സഭകളിൽ നിന്നുള്ള എത്ര പേരാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നത്? ഉത്തരം 292. ഉത്തരം 292. അഞ്ചാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളുടെ എണ്ണം? ഭരണഘടനാ നിർമ്മാണ സഭയിലെ നാട്ടുരാജ്യങ്ങളുടെ പ്രതിനിധികളുടെ എണ്ണം? ഉത്തരം 93. ഉത്തരം 93. ആറാമത്തെ ചോദ്യം, ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകളിൽ നിന്ന് എത്ര പേർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു? ചീഫ് കമ്മീഷണേഴ്സ് പ്രവിൻസുകളിൽ നിന്നുള്ള എത്ര പേർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്നു? 4. ഉത്തരം 4 പേരാണ് കേട്ടോ, നോട്ട് ചെയ്യുക. അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണ സമയത്തെ ആകെ അംഗങ്ങളുടെ എണ്ണം? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണ സമയത്തെ ആകെ അംഗങ്ങളുടെ എണ്ണം 389. ഉത്തരം 389. അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന്
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവശേഷിച്ച അംഗങ്ങളുടെ എണ്ണം. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവശേഷിച്ച അംഗങ്ങളുടെ എണ്ണം 299. ഏഴാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ എത്ര മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 17. ഉത്തരം 17. എട്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം. തിരുവിതാംകൂറിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 6. ഒൻപതാമത്തെ ചോദ്യം, കൊച്ചിയിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 1. കൊച്ചിയിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 1. അടുത്തത് 10ാമത്തെ ചോദ്യം, മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാറിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം. മദ്രാസ് പ്രവിശ്യയുടെ ഭാഗമായിരുന്ന മലബാറിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം 9. ഉത്തരം 9. 11ാമത്തെ ചോദ്യം, യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി. യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി. ഉത്തരം ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി. നോട്ട് ചെയ്യുക, ഒരുപാട് PSC പരീക്ഷകളിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ഡോക്ടർ ജോൺ മത്തായി. 12ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിരുന്ന മലയാളി വനിതകൾ ആരെല്ലാം? ഉത്തരം ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ. തിരുവിതാംകൂറിൽ നിന്നും ആനി മസ്ക്രീൻ, മദ്രാസിൽ നിന്നും അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ മദ്രാസിനെ റെപ്രസെന്റ് ചെയ്ത്. അങ്ങനെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ 3 വനിതകളായിരുന്നു, മലയാളി വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. 13ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിത. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏക ദളിത് വനിത. ഉത്തരം ദാക്ഷായണി വേലായുധൻ. ഉത്തരം ദാക്ഷായണി വേലായുധൻ. അടുത്ത ചോദ്യം, 1946 ഡിസംബർ 6 സഭയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം. 207. ആദ്യ യോഗത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9. 16ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യം സംസാരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആദ്യം സംസാരിച്ചത് ആരാണ്? ആചാര്യ കൃപാലനി. ആചാര്യ കൃപാലനി. 17ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹ. 18ാമത്തെ ചോദ്യം, സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം. സഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം സച്ചിദാനന്ദ സിൻഹ. 19ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 20ാമത്തെ ചോദ്യം, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് എന്നാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് എന്നാണ്? 1946 ഡിസംബർ 11. 1946 ഡിസംബർ 11. അടുത്തത് 21ാമത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ. 22ാമത്തെ ചോദ്യം, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം. ഉത്തരം 7. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് എന്ന്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിലവിൽ വന്നത് 1947 ഓഗസ്റ്റ് 29 24ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ കരട് പ്രസിദ്ധപ്പെടുത്തിയത്. ഭരണഘടനയുടെ കരട് പ്രസിദ്ധപ്പെടുത്തിയത് എന്നാണ്? 1948 ജനുവരിയിലാണ് ഭരണഘടനയുടെ കരട് പ്രസിദ്ധപ്പെടുത്തിയത്. 25ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാർ ആരെല്ലാം? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപ അധ്യക്ഷന്മാർ ആരെല്ലാം?
ഉത്തരം ഹരേന്ദ്ര കുമൂർ മുഖർജി. VT കൃഷ്ണമാചാരി. ഹരേന്ദ്ര കുമൂർ മുഖർജിയെ HC മുഖർജി എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ VT കൃഷ്ണമാചാരി. ഇവർ രണ്ടുപേരുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷന്മാർ. 26ാമത്തെ ചോദ്യം, സഭയുടെ നിയമോപദേഷ്ടാവ്. സഭയുടെ നിയമോപദേഷ്ടാവ് BN റാവു. ഉത്തരം BN റാവു. 27ാമത്തെ ചോദ്യം, സഭ രൂപം നൽകിയ കമ്മിറ്റികളുടെ എണ്ണം. സഭ രൂപം നൽകിയത് 22 കമ്മിറ്റികളിലാണ്. അതിൽ 8 എണ്ണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി 28ാമത്തെ ചോദ്യം, ജനങ്ങൾ ഭരണഘടനയുടെ കരട് ചർച്ച ചെയ്യുന്നതിനും ഭേദഗതി നിർദ്ദേശിക്കുന്നതിനുമായി അനുവദിച്ച കാലയളവ്. ജനങ്ങൾ ഭരണഘടനയുടെ കരട് ചർച്ച ചെയ്യുന്നതിനും ഭേദഗതി നിർദ്ദേശിക്കുന്നതിനുമായി അനുവദിച്ച കാലയളവ്. ഉത്തരം 8 മാസം. ഉത്തരം 8 മാസം. 29ാമത്തെ ചോദ്യം, കരടിന് നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതികളുടെ എണ്ണം. കരടിന് നിർദ്ദേശിക്കപ്പെട്ട ഭേദഗതികളുടെ എണ്ണം. ഉത്തരം 7635. ഇതിൽ 2473 എണ്ണമാണ് ചർച്ചയ്ക്കെടുത്തത്. അടുത്തത് 30ാമത്തെ ചോദ്യം, കരട് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാം? ഡോക്ടർ BR അംബേദ്കർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, KN മുൻഷി, സയ്യിദ് മുഹമ്മദ് സഹറുള്ള ഖാൻ, ബിൽ L മിഠാർ. പിന്നീട് പകരക്കാരനായി N മാധവറാവു നിയമിതനായി, അദ്ദേഹത്തിന് പകരമായിട്ട്. പിന്നീട് DP ഖൈഖാൻ, അദ്ദേഹത്തിന്റെ മരണശേഷം TT കൃഷ്ണമാചാരി നിയമിതരായി. അങ്ങനെ ഇത്രയും പേരാണ് കരട് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഇനി 31ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ എത്ര തവണ യോഗം ചേർന്നു? 11 തവണ. ഉത്തരം 11 തവണ. ഭരണഘടനാ നിർമ്മാണ സഭ എത്ര കാലയളവെടുത്താണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്? ഭരണഘടനാ നിർമ്മാണ സഭ എത്ര കാലയളവെടുത്താണ് ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്? 2 വർഷം 11 മാസം 17 ദിവസം. 33ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എവിടെയാണ്? ഉത്തരം കോൺസ്റ്റിറ്റ്യൂവന്റ് ഹാൾ, ന്യൂഡൽഹി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ് ആദ്യ യോഗം നടന്നത്. 34ാമത്തെ ചോദ്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ ഇപ്പോൾ അറിയപ്പെടുന്ന പേര്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളാണ് നേരത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അടുത്തത് 35ാമത്തെ ചോദ്യമാണ്, നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടന നിർമ്മാണ സഭ ആദ്യമായി അസംബ്ലി ചേംബറിൽ സമ്മേളിച്ചത് എന്നാണ്? 1947 നവംബർ 17. 36ാമത്തെ ചോദ്യം, ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സ്പീക്കർ. ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ സ്പീക്കർ GV മൗലങ്കാർ. GV മൗലങ്കാർ. 37ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണ്? 1949 നവംബർ 26. 1949 നവംബർ 26. 38ാമത്തെ ചോദ്യം, ഭരണഘടനയിൽ സഭാ അംഗങ്ങൾ ഒപ്പുവെച്ചതെന്നാണ്? 1950 ജനുവരി 24. 39ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? ഒരുപാട് പരീക്ഷകൾക്ക് പ്രീവിയസ് ഇയർ ആണ്, പ്രത്യേകിച്ച് പ്രിലിംസ് പരീക്ഷകൾക്ക് ശ്രദ്ധിക്കുക. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. 40ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിലൂടെ പാർലമെന്റ് നിലവിൽ വരുന്നതുവരെ താൽക്കാലിക പാർലമെന്റായി പ്രവർത്തിച്ചത് ഏതാണ്? ഇന്ത്യയുടെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് എന്നാണ് നടന്നത്? 1951-52 കാലഘട്ടങ്ങളിലാണ് ഇന്ത്യയുടെ ആദ്യ
തെരഞ്ഞെടുപ്പ് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് നിലവിൽ വരുന്നത് വരെ താൽക്കാലിക പാർലമെന്റ് ആയിട്ട് പ്രവർത്തിച്ചത് ഏതാണ്? ഉത്തരം ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ. 41ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി? മാനവേന്ദ്രനാഥ് റോയ്. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മാനവേന്ദ്രനാഥ് റോയ് ആണ്. 42ാമത്തെ ചോദ്യം, ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1946 ഡിസംബർ 13. 1946 ഡിസംബർ 13. അടുത്തത് 43ാമത്തെ ചോദ്യം, ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്? ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? 1947 ജനുവരി 22. 1947 ജനുവരി 22. 44ാമത്തെ ചോദ്യം, ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആര്? ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആരാണ്? ഉത്തരം ഫ്രാങ്ക് ആന്റണി. ഫ്രാങ്ക് ആന്റണി. 45ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ചീഫ് ഡ്രാഫ്റ്റ്മാൻ? SN മുഖർജി. SN മുഖർജി. അടുത്തത് 46ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിച്ചതെന്ന്? നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം കൂടിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്ന്? ഉത്തരം 1947 ജൂലൈ 22. 1947 ജൂലൈ 22. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ഭരണഘടനാ നിർമ്മാണ സഭയെ ദേശീയ പതാകയായി അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം 1947 ജൂലൈ 22. അടുത്തത് 47ാമത്തെ ചോദ്യമാണ്, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം 1950 ജനുവരി 24. 1950 ജനുവരി 24 ഉത്തരം. അടുത്തത് 48ാമത്തെ ചോദ്യമാണ്, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത്? ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെ അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം 1950 ജനുവരി 24. 1950 ജനുവരി 24. നോട്ട് ചെയ്യുക. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത്? 1950 ജനുവരി 26. 1950 ജനുവരി 26 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ മുദ്രയെ അംഗീകരിച്ചത്. ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, ദേശീയ മുദ്ര, ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. ഈ ഡേറ്റുകളും വർഷം മാസം അത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 50ാമത്തെ ചോദ്യമാണ്, ഭരണഘടനയുടെ അന്തിമ കരട് രൂപം ആദ്യമായി അംബേദ്കർ സഭയിൽ അവതരിപ്പിച്ചതെന്ന്? ഭരണഘടനയുടെ അന്തിമ കരട് രൂപം ആദ്യമായി അംബേദ്കർ സഭയിൽ അവതരിപ്പിച്ചതെന്ന്? 1948 നവംബർ 4. 1948 നവംബർ 4. 51ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി? ഏറ്റവും ബേസ് ലെവലിലുള്ള ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ലേഔട്ട് തയ്യാറാക്കിയത് ആര്? ഉത്തരം നന്ദലാൽ ബോസ്. ഉത്തരം നന്ദലാൽ ബോസ്. 53ാമത്തെ ചോദ്യം, കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആര്? ഉത്തരം പ്രേം ബിഹാരി നരയൻ റായ്സാദ്. പ്രേം ബിഹാരി നരയൻ റായ്സാദ് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. 54ാമത്തെ ചോദ്യം,
കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര്? ഹിന്ദി കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കിയത് വസന്ത് കൃഷ്ണനാണ്. ഉത്തരം വസന്ത് കൃഷ്ണൻ. 55-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി HBR അയ്യങ്കാർ ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി. 56-ാമത്തെ ചോദ്യം, ഭരണഘടന നിർമ്മാണത്തിന് ചെലവായ തുക. ഭരണഘടനയുടെ നിർമ്മാണത്തിന് ചെലവായ തുക എത്രയാണ്? 64 ലക്ഷം. ഉത്തരം 64 ലക്ഷം രൂപയാണ് ഭരണഘടനയുടെ നിർമ്മാണത്തിന് വേണ്ടി ചെലവായ തുക. അടുത്തത് 57-ാമത്തെ ചോദ്യം. 55ഉം 56ഉം നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ്. അടുത്തത് 57-ാമത്തെ ചോദ്യം, ദേശീയ നിയമദിനം. നോട്ട് ചെയ്യുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദേശീയ നിയമദിനം നവംബർ 26-നാണ്. ദേശീയ നിയമദിനം നവംബർ 26. 58-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര അനുച്ഛേദങ്ങൾ, എത്ര പട്ടികകൾ, എത്ര ഭാഗങ്ങൾ? എത്രയായിരുന്നു? 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. 59-ാമത്തെ ചോദ്യം, യൂണിയൻ പവർ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? യൂണിയൻ പവർ കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. യൂണിയൻ പവർ കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. 60-ാമത്തെ ചോദ്യം, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്തത് 61-ാമത്തെ ചോദ്യം, പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംഗമാരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ. 62-ാമത്തെ ചോദ്യം, മൗലിക അവകാശ കമ്മിറ്റി ചെയർമാൻ. നോട്ട് ചെയ്യുക, മൗലിക അവകാശ കമ്മിറ്റി ചെയർമാൻ ആരാണ്? സർദാർ വല്ലഭായി പട്ടേൽ ആയിരുന്നു. 63-ാമത്തെ ചോദ്യം, മൗലിക അവകാശ സബ് കമ്മിറ്റി ചെയർമാൻ. മൗലിക അവകാശ സബ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? JB കൃപാലനി. നോട്ട് ചെയ്യുക, മൗലിക അവകാശ സബ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? JB കൃപാലനി. 64-ാമത്തെ ചോദ്യം, ന്യൂനപക്ഷ കമ്മിറ്റി ചെയർമാൻ. ഉത്തരം സർദാർ വല്ലഭായി പട്ടേൽ. ന്യൂനപക്ഷ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? സർദാർ വല്ലഭായി പട്ടേൽ. 65-ാമത്തെ ചോദ്യം, ന്യൂനപക്ഷ സബ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? HC മുഖർജി. HC മുഖർജി. 66-ാമത്തെ ചോദ്യം, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ചെയർമാൻ. റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 67-ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ. ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്റ്റേറ്റ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. 68-ാമത്തെ ചോദ്യം, സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പ്രീവിയസ് ഇയറിലെ ചോദ്യമാണ്. ഭരണഘടന സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 69-ാമത്തെ ചോദ്യം, ഭരണഘടന നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ചെയർമാൻ. ഭരണഘടന നിർമ്മാണ പ്രവർത്തന കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? GV മൗലങ്കാർ. 70-ാമത്തെ ചോദ്യം, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചെയർമാൻ. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി ചെയർമാൻ KM മുൻഷി. KM മുൻഷി. ഹൗസ് കമ്മിറ്റി ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. 72-ാമത്തെ ചോദ്യം, അഡ്ഹോക് കമ്മിറ്റി നാഷണൽ ഫ്ലാഗ് ചെയർമാൻ. അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത്, ഭരണഘടന കരട് പരിശോധനയ്ക്കുള്ള പ്രത്യേക കമ്മിറ്റി ചെയർമാൻ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഉത്തരം അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. 74-ാമത്തെ ചോദ്യം, ക്രിഡൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഉത്തരം അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. അടുത്തത് 75-ാമത്തെ ചോദ്യം, ഫിനാൻസ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ. ഫിനാൻസ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇനി 76-ാമത്തെ ചോദ്യം, ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻഷ്യൽ കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. 77-ാമത്തെ ചോദ്യം നോക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനാവാനുള്ള സംവിധാനം
എന്തെന്നാണ് അറിയപ്പെടുന്നത്? അതിനെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക്. 78ാമത്തെ ചോദ്യം, ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം. ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം. ഉത്തരം ഭരണഘടന. ഉത്തരം ഭരണഘടന. 79ാമത്തെ ചോദ്യം, രാഷ്ട്രത്തിന്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഭരണഘടനയിൽ നിന്നാണ്. 80ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര്? ജവഹർലാൽ നെഹ്റു. ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റു. 81ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലും എന്നറിയപ്പെടുന്നതാണ് ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. 82ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി എങ്ങനെയാണ്? പരോക്ഷ തിരഞ്ഞെടുപ്പ്. പരോക്ഷ തിരഞ്ഞെടുപ്പ്. ഇനി 83ാമത്തെ ചോദ്യം, 1950 ജനുവരി 24-ന് ഭരണഘടന അന്തിമമായി പാസാക്കിയപ്പോൾ അതിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം. 1950 ജനുവരി 24-ന് ഭരണഘടന അന്തിമമായി പാസാക്കിയപ്പോൾ അതിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 284. 284. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളുടെ എണ്ണം 28. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 82% സീറ്റുകൾ ഉണ്ടായിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. 86ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള വ്യവസ്ഥകൾ ഏതെല്ലാം? നോട്ട് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടം കൊണ്ടിട്ടുള്ള വ്യവസ്ഥകൾ ഏതെല്ലാമാണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, പാർലമെന്ററി ഭരണ സംവിധാനം, നിയമവാഴ്ചയെന്ന ആശയം, സ്പീക്കർ, നിയമ നിർമ്മാണ നടപടിക്രമം, ഏക പൗരത്വം, ക്യാബിനറ്റ് സംവിധാനം, റിട്ടുകൾ, ദ്വിമണ്ഡല സഭ, പാർലമെന്റിന്റെ പ്രത്യേക അധികാരങ്ങൾ, രാഷ്ട്രത്തലവനും നാമമാത്രമായ അവകാശങ്ങൾ, പ്രധാനമന്ത്രി, CAGയുടെ ഓഫീസ്. ഇതിത്രയും ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളാണ്. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. മൗലിക അവകാശം, നീതിന്യായ പുനഃപരിശോധന അധികാരം, നീതിന്യായ വിഭാഗത്തിന്റെ സ്വാതന്ത്ര്യം, ലിഖിത ഭരണഘടന, സുപ്രീം കോടതി, ആമുഖം, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. ഇവ ഇത്രയും ഇന്ത്യൻ ഭരണഘടന അമേരിക്കയിൽ നിന്നും കടമെടുത്തിട്ടുള്ളതാണ്. അടുത്തത് 88ാമത്തെ ചോദ്യം, അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? രാഷ്ട്രനയവുമായി ബന്ധപ്പെട്ട നിർദ്ദേശക തത്വങ്ങൾ, രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഇത്രയും കാര്യങ്ങൾ അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളവയാണ്. 89ാമത്തെ ചോദ്യം, ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ 3 തത്വങ്ങൾ, അതുപോലെ തന്നെ റിപ്പബ്ലിക് എന്ന മറ്റൊരെണ്ണം. ഇവ ഇത്രയുമാണ് ഇന്ത്യൻ ഭരണഘടന ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ. ഇനി 90ാമത്തെ ചോദ്യം, കനേഡിയൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? അർദ്ധ ഫെഡറൽ സർക്കാർ, അർദ്ധ ഫെഡറൽ സർക്കാർ, അവശിഷ്ട അധികാരമെന്ന ആശയം, യൂണിയൻ, സ്റ്റേറ്റ് ലിസ്റ്റുകൾ. കനേഡിയൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ ഇവയെല്ലാമാണ്. അടുത്തത്, ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ. 1. കൺകറന്റ് ലിസ്റ്റ്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. ഇത് രണ്ടുമാണ്
ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത്? 92ാമത്തെ ചോദ്യം, ജർമ്മനിയിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്, അടിയന്തരാവസ്ഥയിൽ മൗലികാവകാശങ്ങൾ റദ്ദാക്കുന്നത്. ഇതാണ് ജർമ്മനിയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു വ്യവസ്ഥ. ഇനി 93ാമത്തെ ചോദ്യം, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും കടമെടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ഗവർണർ, ഫെഡറൽ കോടതി, പബ്ലിക് സർവീസ് കമ്മീഷൻ, അടിയന്തരാവസ്ഥ എന്നീ ആശയങ്ങളാണ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും കടമെടുത്തിട്ടുള്ളവ. ഇനി 92ാമത്തെ ചോദ്യം, റഷ്യയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളത് മൗലിക അവകാശങ്ങൾ ആണ് റഷ്യയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്. ഇനി 93ാമത്തെ ചോദ്യം, ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരാണ്? ആമുഖത്തിലെ സാഹോദര്യം എന്ന വാക്ക് നിർദ്ദേശിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. 94ാമത്തെ ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്യുക. ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരേ ഒരു തവണയാണ് ആമുഖം ഭേദഗതി ചെയ്തത്. 95ാമത്തെ ചോദ്യം, 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ ഏതൊക്കെയാണ്? സോഷ്യലിസം, മതേതരത്വം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്, നോട്ട് ചെയ്യുക. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ സോഷ്യലിസം, മതേതരത്വം. അടുത്തത് 96ാമത്തെ ചോദ്യമാണ്, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രാജ്യത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് മാറ്റം വരുത്തിയ മാറ്റം എന്താണ്? രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് കൂട്ടിച്ചേർക്കുകയുണ്ടായി. അതും 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. ഇനി അടുത്തതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, 97ാമത്തെ ചോദ്യം, ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. അടുത്തത് 97 വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്തത് 98ാമത്തെ ചോദ്യം, ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അടുത്തത് 99ാമത്തെ ചോദ്യം, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തീയതി ഏതാണ്? 1949 നവംബർ 26. അടുത്തത് ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യമാണ്, 100ാമത്തെ ചോദ്യമാണ്. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ആമുഖം ആരംഭിക്കുന്നത് ഭാരതത്തിലെ ജനങ്ങളായ നാം. ഇങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത്. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. ഇങ്ങനെയാണ് ആമുഖം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ സിലബസിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയുടെ 100 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പഠിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള രീതിയിൽ നമ്മൾ ആശയങ്ങൾ കടമെടുത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു. അതൊക്കെ ഒരു നോട്ട് ചെയ്ത് വെക്കുക. അമേരിക്കയിൽ നിന്നും അയർലൻഡിൽ നിന്നും ബ്രിട്ടനിൽ നിന്നുമൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തത് അല്ലെങ്കിൽ ആശയങ്ങൾ കടമെടുത്തത് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് ഓരോ രാജ്യത്തിൻ്റെയും വെവ്വേറെ മാറ്റി എഴുതി വെച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ബേസ് ലെവൽ മുതൽ റിവിഷൻ ലെവലിൽ വരെയുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സെക്ഷനിൽ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ടിടാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.